നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാർ വട്ടവടയിൽ അവിടെയുള്ള പാമ്പാടുംഷോല നാഷണൽ പാർക്കിലേക്കാണ്. പാമ്പാടുംഷോല നാഷണൽ പാർക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വൈൽഡ് ആനിമൽസിനെയും അതേപോലെ തന്നെ കുറച്ച് ബേർഡ്സിനെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് മാട്ടുപ്പെട്ടിയിൽ നമുക്ക് ആദ്യമായിട്ടാണ് ആനേനെ കാണുന്നത്. കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോയാലും. ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാടത്ത് നിന്നിട്ടാണ്. നമുക്ക് ആ പാടത്ത് കുറേയേറെ പെയിൻറ്റഡ് സ്റ്റോക്സ് കാണുന്നുണ്ട്. അതാ നിൽക്കുന്നതിൽ ഏറ്റവും വലുപ്പമുള്ള പക്ഷി ആണ് പെയിൻറ്റഡ് സ്റ്റോക്ക്. പക്ഷികളിൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പക്ഷിയാണ് പെയിൻറ്റഡ് സ്റ്റോക്ക്. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉളി നെക്ഡ് സ്റ്റോർക്ക് അല്ലെങ്കിൽ കന്യാസ്റ്റിക്കൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലോസി ഐബിസ് ഉണ്ട്. പിന്നെ പർപ്പിൾ ഹെറോൺ ഉണ്ട്. കാടുകൾ പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തണ്ണീർത്തടം. പിന്നെ അവിടെ പലതരത്തിലുള്ള പക്ഷികളും ജീവികളും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷറാണ്. ഇത് തത്തകളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട തത്തയാണ്. ഇതിനെ നമ്മൾ റോസ് റിംഗ്ഡ് പാരക്കീറ്റ് എന്നാണ് പറയുന്നത്. വീട്ടിൽ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി തത്ത സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത് വീടിൻ്റെ അടുത്തുള്ള പാടത്ത് വെച്ച് കിട്ടിയതാണ്. നമ്മൾ രാവിലെ പോകുന്ന വഴിക്ക് നമ്മൾ ഏഴാറ്റുമുഖം വഴിയാണ് പോയത്. അപ്പോൾ ഏഴാറ്റുമുഖത്ത് വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ആന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്ന ഒരു ആന അത് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അതിങ്ങനെ നടന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോയി. അതൊരു മുറിവാലനായിരുന്നു. അതിൻ്റെ വാല് മുറിഞ്ഞിരിക്കുകയായിരുന്നു. തീരെ ചെറിയ വാല് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ആനയാണത്. കണ്ടു കഴിഞ്ഞാൽ സൈസ് ഒക്കെ ഉണ്ട്. ആനേനെ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ഏഴാറ്റുമുഖം. കാര്യം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ വളരെ അടുത്തായിട്ട് ആനകളെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ആനകളിൽ ഇടത്ത് സൈഡിൽ നിൽക്കുന്ന ആന ഒറ്റ കൊമ്പുള്ള ആനയാണ്, ഒറ്റക്കൊമ്പൻ ആനയാണ്. അതിന് ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ചെറിയൊരു വിഷ്വൽ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആനകളും ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവ ചെറുതായിട്ട് കുത്തുകൂടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ നമുക്ക് ആ വിഷ്വൽസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ അവിടെയൊക്കെ നമ്മൾ പോയാൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് നേരം എടുക്കാൻ പറ്റില്ല. അത് നിന്നങ്ങനെ എടുക്കാൻ പറ്റില്ല. കാര്യം അത് ആനകളെ ശല്യപ്പെടുത്തുന്ന രീതിയിലും ആവും. മാത്രമല്ല ഈ പറഞ്ഞ ഫോറസ്റ്റുകാരൊക്കെ നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം പിടിച്ച് ചാർജ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടുകൊണ്ട് എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് പോയ സമയത്ത് നമുക്ക് കിട്ടിയത് വേറൊരു ഒറ്റയാനയാണ്. അത് ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ പന തട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴി എന്ന് പറയുന്നത് തട്ടേക്കാട്, കുട്ടമ്പുഴ, മാമലക്കണ്ടം, മൂന്നാർ, പിന്നെ അവിടെ നിന്ന് നമ്മൾ വട്ടവട, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തട്ടേക്കാടാണ്. ഇവിടെ പലപ്പോഴും അതിരാവിലെയൊക്കെ ആനിമൽസിൻ്റെ ക്രോസിംഗ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ആനകളൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ ഇവിടെ ആനേനെ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഉള്ള ഒരു ആഗ്രഹങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടെ ആനേനെ കിട്ടണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി പോയ സമയത്ത് നമുക്ക് ഒരു ഉടുമ്പിനെ കിട്ടി. ആ ഉടുമ്പ് ആദ്യം നമ്മൾ പോയ സമയത്ത് ഒരു കൂടല്ല, ഒരു മരത്തിൻ്റെ പൊത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് മാറി ഒന്ന് നിന്നിട്ട് നമ്മൾ പുറത്ത് വന്നപ്പോഴേക്കും സംഭവം ഉടുമ്പ് പുറത്തെത്തിയിട്ട് കൂടിൻ്റെ പുറത്ത് ആയിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം വിഷ്വൽസ് എടുക്കാൻ പറ്റി. നമുക്ക് എന്ത് ആനിമൽസ് അല്ലെങ്കിൽ എന്ത് ബേർഡ്സിനാണെങ്കിലും അതിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ഹാബിറ്റാറ്റിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നമുക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ. ഈ ഉടുമ്പിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള തൊലി ചെറുതായിട്ട് പോയിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് പിന്നെ കിട്ടിയത് ഒരു മലബാർ വിസ്ലിംഗ് കൃഷ്ണയാണ്. നല്ല മഴയത്തിരിക്കുകയായിരുന്നു. നമുക്ക് സാധാരണ കിട്ടുന്ന പക്ഷി തന്നെയാണിത്. പക്ഷേ മഴയത്ത് കിട്ടിയപ്പോൾ പ്രത്യേകം ഭംഗിയായിരുന്നു. നേരത്തെ നമ്മൾ പറന്നു പോകുന്നതായിട്ട് കണ്ട അതേ പക്ഷി തന്നെയാണ് ഇരിക്കുന്നത്. ലെസർ വിസ്ലിംഗ് ഡക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ചൂളനരണ്ട എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്ന പോലെ ബേർഡ് ഫോട്ടോഗ്രാഫി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷമ വേണം. കാര്യം ബേർഡ്സ് ഭയങ്കര ഷൈ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മൊമെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കേണ്ടി വരും.
അങ്ങനെ നമുക്ക് ചില സമയത്ത് കിട്ടുന്ന ചില മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ കിട്ടിയിരിക്കുന്നൊരു മൊമെൻ്റാണ് ഈ കാണുന്നത്. അതൊരു കോഴി വേഴാമ്പലാണ്. കോഴി വേഴാമ്പൽ എന്ന് പറയുന്നത് വേഴാമ്പലിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു വേഴാമ്പലാണ്. പക്ഷേ അത് ആ ഒരു പുഴുവിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയം പോകുന്നത് അറിയില്ല. അത്രയും നേരം, വളരെയധികം നേരം നമ്മൾ കണ്ടു നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഫോളോ ചെയ്യുന്ന പാഷനിൽ ഒന്നാണ് ബേർഡ് ഫോട്ടോഗ്രാഫി. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കാനഡ 100-400 ലെൻസാണ്. അപ്പോൾ ആ ലെൻസ് ഈ പറഞ്ഞ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് അത്ര പറ്റിയ ലെൻസൊന്നുമല്ല. എങ്കിലും നമ്മൾ അതുകൊണ്ടാണ് മാക്സിമം തട്ടിക്കൂട്ടി കുറച്ച് വീഡിയോസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഫിഷ് ഔളാണ്, അല്ലെങ്കിൽ മീൻ കൂമൻ എന്ന് വിളിക്കുന്ന പക്ഷിയാണ്. 360 ഡിഗ്രി തൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണ്. നമ്മൾ പ്രകൃതിയിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി കാഴ്ചകൾ കാണാൻ പറ്റും. ആ കാഴ്ചകളെല്ലാം സുന്ദരമായിട്ടുള്ള കാഴ്ചകളുമായിരിക്കും. ഇതൊരു ഗ്രേ ഹെറോണാണ്. തട്ടേക്കാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ്. നമുക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അതിനോട് ചേർന്ന് പുറത്തുള്ള സ്ഥലങ്ങളിലും പല പക്ഷികളെയും കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന പല കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു പരുന്തിനെയാണ്. നേരത്തെ കണ്ട പരുന്തല്ല ഈ പരുന്ത്, ഇത് വേറൊരു പരുന്താണ്. ഈ പരുന്തിൻ്റെ ഇടത്തെ കണ്ണ് കണ്ടില്ലേ, ആ കണ്ണിന് കാഴ്ചയില്ല എന്നാണ് തോന്നുന്നത്. തട്ടേക്കാട് അത്യാവശ്യം നമുക്ക് കുറച്ച് പക്ഷികളൊക്കെ കിട്ടി. നമ്മൾ അതിനുശേഷം പിന്നെ നമ്മൾ മാമലക്കണ്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മാമലക്കണ്ടം ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാമലക്കണ്ടം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ ആ ഒരു സ്കൂളിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പുറകിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരിലാണ് മാമലക്കണ്ടം ഫേമസ് ആയത്. അതുകൂടാതെ തന്നെ കാടായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ആനകളുടെ സഞ്ചാരമുണ്ട്. നമുക്ക് പോയ സമയത്ത് അവിടെ നല്ല ഒരു എന്താ പറയുക, ക്ലൗഡ് ബെഡ്സ് കിട്ടി. അതായത് മഞ്ഞ് കൂമ്പാരം പോലെ ക്ലൗഡ് ബെഡ്സ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാമലക്കണ്ടം സ്കൂളിലേക്കാണ്. ഇതാണ് നമ്മുടെ മാമലക്കണ്ടത്തെ സ്കൂള്. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇവിടെ വെള്ളച്ചാട്ടം കാര്യമായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത രീതിയിൽ മഴ പെയ്തിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കിട്ടുന്നത്. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. മാമലക്കണ്ടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകളിലൊന്നാണ് ആനപ്പിണ്ടം. പക്ഷേ നമുക്ക് ഈ ആദ്യം ഒരു പ്രാവശ്യം പോയ സമയത്ത് ആന ജസ്റ്റിന് മിസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ആന കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നീട് കിട്ടിയത് ഒരു മലയണ്ണാനെയാണ്. മലയണ്ണാൻ അല്ലെങ്കിൽ മലബാർ ജെയിൻ സ്ക്വിറൽ. ഇതൊരു ബ്ലാക്ക് കൈറ്റാന്നാണ് മനസ്സിലായത്. ബ്ലാക്ക് കൈറ്റിനെ നമ്മൾ ചക്കിപ്പരുന്ത് എന്ന് വിളിക്കും. ഈ പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മുൻപ് പറഞ്ഞ പോലെ തന്നെ ബേർഡ് ഫോട്ടോഗ്രാഫി എളുപ്പമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷികളുടെ കാര്യവും ഈ പറഞ്ഞ പോലെ തിരിച്ചറിയ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മെർലിൻ ബേർഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ഓറഞ്ച് മിനിവെറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ് ഓറഞ്ച് മിനിവെറ്റ് എന്ന് പറയുന്നത്. തീരെ ചെറുതാണ്, എന്നിരുന്നാൽ പോലും നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല തൊട്ടടുത്ത് തന്നെ കിട്ടുകയും ചെയ്തു. നമ്മളതിന് ശേഷം നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ ഈ പറഞ്ഞ യാത്രയിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില ബേർഡ്സിനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളത് കണ്ട് വണ്ടി നിർത്തി നമ്മൾ വീഡിയോസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബ്രോൺസ് വിങ്ഡ് ജാക്കാന എന്ന പക്ഷിയാണ്. സ്വതവേ പാടത്തും അതേപോലെ തന്നെ അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ സാധാരണ കാണാറ്. നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണിത്. ഇത് നമ്മളിപ്പോൾ കണ്ട പക്ഷിയുടെ തന്നെ ജുവനയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചെറുതാണ്. ബ്രോൺസ് വിങ്ഡ് ജാക്കാന തന്നെ അതിൻ്റെ ചെറുതാണ്. ഞാൻ ഈ പക്ഷീനെ മുമ്പ് അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബേർഡ് എന്ന് പറഞ്ഞ ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ചെറുതാണെന്നുള്ളത്. ഇത് തന്നെയാണെങ്കിൽ ഏറ്റവും വലിയ വ്യത്യാസവും. കാര്യം നമുക്ക് ചിലപ്പോൾ പല പക്ഷികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം അവർ ചെറുപ്പത്തിലുള്ള അവരുടെ ഒരു ഭംഗിയും അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളും എല്ലാം അവർക്ക് വലുതാവുമ്പോൾ ഉണ്ടാവുക. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിങ് ഫിഷേഴ്സാണ്. ആദ്യം കണ്ടത് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറും ഇപ്പോൾ ഈ കാണുന്നത് കോമൺ കിങ് ഫിഷറുമാണ്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് സ്റ്റോർക്ക് ബിൽഡ് കിങ് ഫിഷർ, അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന കിങ് ഫിഷറിൽ ഏറ്റവും വലിപ്പമുള്ള കിങ് ഫിഷറാണ് ഈ കാണുന്നത്.
എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും നിങ്ങൾ കാണുന്നൊരു വെള്ളച്ചാട്ടമാണിത്. ഇത് ഇരുമ്പുപാലം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചില്ലിത്തോട് വെള്ളച്ചാട്ടമാണ്. ഒരു വർഷം മുമ്പ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഏതാണ്ട് 5,50,000 ആൾക്കാരത് കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അതേപോലെ തന്നെ താഴത്തേക്കൊക്കെ ആൾക്കാർ വരാറുണ്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് സൈഡിൽ കൂടെ പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അതേപോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് നിരവധി തുമ്പികളെയും അതേപോലെ തന്നെ ചിത്രശലഭങ്ങളെയൊക്കെ കാണാൻ പറ്റും. നമുക്ക് പിന്നെ അധികം സമയം ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് വീഡിയോസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ്. മഴയത്ത് നമുക്ക് ഏത് പക്ഷിനെ കിട്ടിയാലും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, മഴയത്ത് ഈ തൂവലൊക്കെ നനഞ്ഞിട്ട് അതുങ്ങൾ ഈ പറഞ്ഞ പോലെ വെയിലൊക്കെ കാഞ്ഞു നിന്നിട്ട് അത് ഉണക്കുന്ന രംഗമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇത് മൂന്നാർ ധനുഷ്കോടി പാതയിൽ കാണുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇതുപോലത്തെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞ മൂന്നാർ ധനുഷ്കോടി പാതയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് ഇരുമ്പുപാലം കഴിഞ്ഞിട്ടാണ്. അതുവരെ ഞങ്ങൾ ഉള്ളേരിയയിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കാട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. മൂന്നാറിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തേയില തോട്ടങ്ങൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചില മൃഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കേഴന്മാരാണ്, അല്ലെങ്കിൽ ബാർക്കിംഗ് ഡിയർ ആണ്. ബാർക്കിംഗ് ഡിയർ എന്ന് പറയുന്നത് ഒരു തരം മാൻ തന്നെയാണ്. പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരു പന്നിയാണ്. പന്നികൾ ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പന്നിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ നല്ല രസമുള്ള അല്ലെങ്കിൽ നല്ല ചേലത്തൊരു പന്നിയായിരുന്നു. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തി. ആ നിമിഷം തന്നെ ആദ്യം കിട്ടുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അതാണ്. ആന മണ്ണെടുത്ത് എറിയുന്ന ഒരു വിഷ്വലാണ്. അങ്ങനെ മാട്ടുപ്പെട്ടിയിൽ ഞാൻ പലപ്പോഴായിട്ട്, അതായത് ഒരു 8-10 പ്രാവശ്യമായിട്ട് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ആനേനെ നോക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആ ഒരു പച്ച പുൽമേട്ടിനിടയിൽ ആനേനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വളരെ നാളായിട്ട് മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചില്ലെങ്കിലും ഏതാണ്ട് ഒരു 4 ആന ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടത്തിൽ അവരെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ കാണാൻ പറ്റി. അതിൽ 2 ആനകളെയാണ് ശരിക്കും കണ്ടത്. മൂന്നാമത്തെ ഒരു ആന, അതായത് ഒരു മെയിൽ ടസ്കർ ഉണ്ട്, അവൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കുഞ്ഞ് ആനയും കൂടി ഉണ്ട്. ആ കുഞ്ഞാന ചെറുതായിട്ട് ഈ ഒരു വീഡിയോയിൽ ഫ്രെയിമിൽ വരുന്നുണ്ട് സൈഡിലായിട്ട്. നമുക്ക് അവിടെ പരിമിതികൾ ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. കാര്യം ആ കാടിനോട് ചേർന്നുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും അതേപോലെ താഴത്തേക്കുള്ളൊരു ചരിവൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വട്ടവടയിലെ പാമ്പാടും ചോല നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പാമ്പാടും ചോല നാഷണൽ പാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ അതേപോലെ തന്നെ ഇടുക്കിയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഈ സ്ഥലമുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ജൈവ വൈവിധ്യം കൊണ്ട് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പാമ്പാടും ചോല. എനിക്ക് ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് ഈ ഒരു കാടിൻ്റെ ആ ഒരു കാഴ്ചയും ആ ഒരു ആംബിയൻസും ആണ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുൽമേടാണ്. ഈ ഒരു പുൽമേട്ടിൽ വെച്ചിട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നത് കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടിയാണ്. അതുപോലെ തന്നെ മാർക്കോ എന്ന് പറഞ്ഞ് ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന സിനിമ ഈ ഒരു ഏരിയയിലാണ്, അതായത് ഈ സെയിം റോഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ തന്നെ അതിന് ചെറിയൊരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. പക്ഷെ അത് നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനാണിത്. എപ്പോൾ നോക്കിയാലും അതേപോലെ എന്തെങ്കിലും മൃഗങ്ങളും ഒക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല പച്ചപ്പാണ്. ചുറ്റിനും നല്ല പച്ച പുല്ലുകൾ അല്ലെങ്കിൽ പുൽമേടായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കുറച്ച് ദൂരത്തേക്ക്. ആ ഒരു കാഴ്ച എത്ര കണ്ടാലും മതിയാവില്ല. നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിൽ റിവൈൻഡ് അടിച്ച് നമ്മൾ കാണുന്ന ഒരു കാഴ്ചകളിൽ ഒന്നാണത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ഈ വിഷ്വൽസ് നമ്മൾ അത്രയും കൂടുതൽ നേരം കാണിക്കുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ വട്ടവടയിൽ പോയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കളാണ് ഇവരുടെ കൂടെയാണ് ഞാൻ വട്ടവടയ്ക്ക് പോയത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു വീടുണ്ടല്ലോ, ആ വീടാണ് ഞങ്ങളവിടെ റെൻ്റ് എടുത്തത്. വീടെടുത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും പരിപാടിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു അടുക്കളയുള്ള ഒരു വീടാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ചെറിയൊരു വീട് ഞങ്ങൾ എടുത്തത്. അത്യാവശ്യം ഞങ്ങൾ തിരക്കേടില്ലാത്ത രീതിയിൽ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ കൂടി. ഞാനല്ല കുക്ക് ചെയ്തത്, നമ്മുടെ കൂട്ടുകാരാണ് കുക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ആ പുൽമേടിലേക്ക് തിരിച്ചൊന്നുകൂടെ പോയി നോക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു 4-5 പോത്തുകൾ, കാട്ടുപോത്തുകൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മൾ വട്ടവടയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് വട്ടവടയിൽ സ്ഥിരം കിട്ടാറുള്ളൊരു കാഴ്ചയാണ് ഈ കാട്ടുപോത്തുള്ളൊരു കൂട്ടം. അത് ഇന്നും കിട്ടിയിരിക്കുകയാണ്. അതിനകത്ത് 5ഓളം കാട്ടുപോത്തുണ്ടായിരുന്നു അവിടെ, അല്ലെങ്കിൽ കാട്ടിയുണ്ട്.
അതുപോലെ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു പുൽമേട്ടിൽ, അതായത് ഈ പുല്ലുകളുടെ ഇടയിലായിട്ട് ഈ കാട്ടുപോത്ത് ഇങ്ങനെ പുല്ല് കഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മടുക്കൂല. കാര്യം ഞാനിവിടെ കഴിഞ്ഞ 3 പ്രാവശ്യം വന്നപ്പോഴും സ്ഥിരം കണ്ടിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. പക്ഷെ പിന്നെ കണ്ടാലും നമ്മളത് നോക്കി നിന്ന് പോകും. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയായിട്ട് ചെറിയ കാട്ടുകോഴികൾ നടക്കുന്നുണ്ട്. വീഡിയോയിൽ ഇടയ്ക്ക് കാണാം, കാട്ടുകോഴികൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി മുമ്പോട്ട് പോയ സമയത്ത് 2 കാട്ടുകോഴികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പിടക്കോഴികളായിരുന്നു രണ്ടും. ഒരമ്മയും കുഞ്ഞുമായിരുന്നു. ഈ കാട്ടുകോഴികളും കാട്ടുപോത്തും തമ്മിലൊരു ബന്ധമായിട്ട് തോന്നിയത് വേറൊന്നുമല്ല. ഈ കാട്ടുപോത്തിൻ്റെ ചാണകം, ആ ചാണകം ചിക്കിയാണ് അതിൻ്റെ അകത്തു നിന്നാണ് ഈ കാട്ടുകോഴികൾ ഇപ്പോൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാട്ടുപോത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ കാര്യവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ ഈ പോത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത്, മേയുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ചെറിയ പുൽച്ചാടിയോ അല്ലെങ്കിൽ ചെറിയ പ്രാണിയോ ഒക്കെ കിട്ടും. അതിനിടയ്ക്ക് 2 കാട്ടുപോത്തുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങള് അത് കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവർ ഫൈറ്റിംഗ് ഒക്കെ നിർത്തി ഭയങ്കര സ്നേഹത്തിൽ നിന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാഷ്വലായിട്ട് പോയൊരു യാത്രയായിരുന്നു അത്. കാര്യം ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലൊന്നും വിചാരിച്ചിട്ട് പോയതല്ല. എന്നിരുന്നാലും കിട്ടിയ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലത്തെ സൈറ്റിങ്സ് കിട്ടി. കാര്യം നമുക്ക് ആനേനെ കിട്ടി, അതുപോലെ തന്നെ കാട്ടീനെ കിട്ടി, അതേപോലെ കുറച്ച് പക്ഷികളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയും ഒക്കെ കിട്ടി. ഇതാണ് ലോങ് ടെയിൽ സ്ട്രൈക്ക്. നമുക്ക് ഈ പക്ഷീനെ കുറേ കിട്ടി. അതായത് നമ്മുടെ താമസിക്കുന്ന സ്റ്റേയുടെ തൊട്ടടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാണ് ജംഗിൾ മൈന. ജംഗിൾ മൈനയെ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ മൈന തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ തലയുടെ മുകളിലുള്ള ആ തൂവലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. അതിൻ്റെ കണ്ണിനൊരു ഇത്തിരി പ്രത്യേകത ഉണ്ട്, അതുപോലെ തന്നെ ചിറകിനും. നമ്മളിങ്ങനെ ചുമ്മാ പക്ഷികളെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആ ഒരു കുരങ്ങ് കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലത്തെ ഒരു സ്ട്രോബെറി ഫാമാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ സ്ട്രോബെറി ഇത്തിരി കുറവാണ്. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് സ്ട്രോബെറി അത്യാവശ്യം പല സ്ഥലത്തും കാണാം. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ്. അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നല്ല ഇടതൂർന്ന കാടും അതുപോലെ തന്നെ വലതുവശത്തായിട്ട് യൂക്കാലിയുടെ മരങ്ങളുമാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണിത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ പുൽമേട് നമ്മുടെ വീഡിയോയിൽ പകർത്തി. ഈ വട്ടവടയിൽ ഇവിടെ ആയിട്ടാണ് ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസ് വരുന്നത്. ആ ഫോറസ്റ്റിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഇടതുവശത്തായിട്ട് ഒരു ഫോറസ്റ്റ് സ്റ്റേയും വരുന്നുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നേച്ചർ ക്യാമ്പ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു ബസ്സും അതുപോലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസേഴ്സ് മാത്രമേ നിൽക്കാറുള്ളൂ. ബാക്കി ആരും ഇവിടെ നിൽക്കുന്നത് കാണാറില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ നമ്മൾ ഇടതൂർന്ന കാടുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് വട്ടവടയുടെ എൻട്രൻസ് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ യാത്ര അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ വട്ടവടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആയിട്ട് നമുക്ക് ആദ്യം എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷനാണ്. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു വ്യൂ പോയിന്റ് നിർത്തി. അപ്പോൾ ആ വ്യൂ പോയിന്റിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ കൊളുക്കുമല എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ സമയത്ത് ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് ഒരു ഒരു ഉപ്പൂപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഹൂപ്പോയി എന്ന് പറയുന്നൊരു നമ്മുടെ മരംകൊത്തി പോലത്തെ ഒരു ബേർഡാണ്. നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ളൊരു ബേർഡാണത്. അതേപോലെ ഇവിടെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയ വേറെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. പിന്നെ അതേപോലെ തന്നെ എക്കോ പോയിന്റ് ഉണ്ട്. പിന്നെ വേറൊരു ഡാം കൂടി ഉണ്ട്, കുണ്ടല ഡാം എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ഈ സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക.